കാൽപന്ത് കളിയാട്ട ഭൂമികയിൽ നാളെ കാണികൾ ആർത്ത് വിളിക്കും. സ്റ്റേഡിയം പ്രകമ്പനം കൊള്ളും. പൊട്ടിപ്പടലങ്ങൾ ഉയരും. പൊട്ടിച്ചിരികളും കൂക്കുവിളികളും കയ്യടികളുമായി കാണികൾ ആവേശത്തിന്റെ പൊയ്കയിൽ ആറാടും. നാളെ കളിക്കളത്തിൽ തീപ്പാറും പ്രേക്ഷകരെ. തലച്ചോറിൽ കത്തിപ്പടരുന്ന ആവേശവും സിരകളിൽ ഉയരുന്ന വാശിയും മനസ്സിൽ പുകയുന്ന ആകാംക്ഷയും ഹൃദയം തുടിക്കുന്ന ഷോട്ടുകളും കൊണ്ട് മൈതാന മണ്ണിൽ വീരചരിതമെഴുതാൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്ര താളുകളിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്ത മഹാരഥന്മാരുടെ മഹിമ പാടി പടയോട്ടത്തിന് പടയൊരുക്കം നടത്തുന്ന രണ്ട് നാട്ടു സാമ്രാജ്യങ്ങൾ പടയോട്ടത്തിന് നാളെ ഈ യുദ്ധഭൂമികയിൽ പടച്ചട്ടകനയുകയാണ്. ഐവറി കോസ്റ്റ് താരങ്ങളായ ബെല്ലാക്കും ഇബ്രാഹിമും അണ്ടർ-21 സംസ്ഥാന താരം ശരത്തും ബോട്ടുകെട്ടി കായിക കേരളത്തിന്റെ നക്ഷത്ര ഭൂമികയിൽ നിന്ന് നക്ഷത്ര തിളക്കമുള്ള 7 ഗജപുത്രന്മാരുമായി മൈതാന മണ്ണിൽ വീരചരിതമെഴുതാൻ ഓക്സിജൻ ഫാർമ ജയ FC തൃശൂർ കളിയരങ്ങിന്റെ ഒരു ഭാഗത്ത് ഐവറി കോസ്റ്റ് താരം എഡ്ഗാർഡ്, ലൈബീരിയക്കാരൻ ജെയിംസ്, സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ബൂട്ട് കെട്ടിക്കിട്ടുള്ള ഷാഫിയും പ്രിൻസും പിന്നെ കഴിഞ്ഞ സീസണിൽ SFAയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് നേടിയ സഫീറും അടങ്ങുന്ന താരരാജാക്കന്മാരുമായി കളിച്ചും കളിപ്പിച്ചും കളി പഠിപ്പിച്ചും കളം നിറഞ്ഞു തെരട്ടമ്മലിന്റെ കളിത്തൊട്ടിലിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസത്തിൽ വടക്കൻ വീരഗാഥ എഴുതി ചേർത്ത് പ്രിയപ്പെട്ട ജാബിറിന്റെ തുടക്കവും ഒടുക്കവും കണ്ട ആ കളിഭൂമികയിൽ പട്ടയം തിരിച്ചു പിടിക്കാനോ ജന്മിത്വത്തെ അടിയറവ് പറയിപ്പിക്കുവാനോ അല്ല, ആധുനിക സോക്കറിന്റെ ദൃശ്യമിരുന്ന കളി ആസ്വാദകർക്ക് സമ്മാനിക്കാൻ പിറന്ന നാടിന്റെ മാനം കാക്കാൻ പെറ്റമ്മയുടെ മുലപ്പാലിന് പകരം വെക്കാൻ എന്നും കളിക്കളത്തിൽ ആവേശവും ആരവങ്ങളും പകർന്ന പ്രിയപ്പെട്ട ജാബിറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിജയം കൊണ്ട് കാണിക്കർപ്പിക്കാൻ അവരെത്തുകയാണ്. ചാലിയാറിന്റെ ആ ചാവേർപ്പട അത് മെഡിഗാർഡ് അരീക്കോട്. നാളെ ഈ സ്റ്റേഡിയത്തിൽ മെഡിഗാർഡ് അരീക്കോടും ജയ FC തൃശൂരും തമ്മിൽ മാറ്റൊരുക്കും പ്രേക്ഷകരെ. സ്വന്തം തട്ടകത്ത് വിജയത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല എന്ന് മെഡിഗാർഡ് അരീക്കോട്. പൂരവും പൂരപ്പറമ്പും അത് രണ്ടും അരീക്കോടിന്റേതാവും. എന്നാൽ അവിടെ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടത്തുന്നത് ഞങ്ങളായിരിക്കുമെന്ന് ജയ FC തൃശൂർ. കാത്തിരുന്ന് കാണാൻ മുഴുവൻ കളി ആസ്വാദകർക്കും സ്വാഗതം. നാളെയുടെ അസ്തമിക തുടിപ്പിന്റെ അവസാന യാമത്തോടുകൂടി തിരട്ടമ്മലിന്റെ കളിയാട്ട ഭൂമികയിലേക്ക്